ഹലോ, ഇന്നത്തെ വീഡിയോ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ചുമയും പനിയായതുകൊണ്ട് ഞാൻ സ്കൂളിലേക്ക് പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അപ്പുക്കുട്ടിക്ക് സ്കൂളുണ്ട്, പക്ഷെ കേശുവിന് അങ്കമാടി ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും അവനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേ രാവിലെ അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മാമ്മ അവന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷെ കേശു ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടി നോക്കുകയാണ്. അമ്മാമ്മ കൊടുക്കുമ്പോൾ അവൻ മനസ്സോടെയാണ് കേട്ടോ കഴിക്കുന്നത്. അവൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും അവന് കഴിക്കണത് ഇഷ്ടമല്ല എന്നുള്ളത്. അപ്പോൾ ദേ ഹായൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവൻ. അങ്ങനെ ദേ നമ്മുടെ അപ്പുക്കുട്ടി റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അവൾ റെഡി ആവാമെന്ന് അറിഞ്ഞപ്പോഴത്തേനും കേസ് നല്ല സ്പീഡിൽ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഭക്ഷണമെല്ലാം ഫിനിഷ് ആക്കിയിട്ട് അവൻ അപ്പുവിനെ ബസ്സിലേട്ട് ആക്കാൻ വേണ്ടിയിട്ട് അവന് റെഡി ആയിട്ടോ കൂടെ. അപ്പോൾ ഇതേ നമ്മുടെ അപ്പുക്കുട്ടി സ്കൂളിലിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി കയ്യിലൊക്കെ പുതിയ ബാൻഡൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ അവൾ ആ ബാൻഡൊക്കെ നല്ല സൂക്ഷിച്ച് നോക്കുകയാണ് വല്ലതും പറ്റിയിട്ടുണ്ടോയെന്നൊക്കെ. നല്ല കെയറിങ് ആണ് ആ ബാൻഡിന്. കുറച്ചുമേ ഏത് കാട്ടിൽ നിന്നാണ് കിട്ടണതെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല. അതേപോലെ ഉണ്ടോ അവളുടെ സ്വഭാവം. അപ്പോൾ അതേ ചന്ദനമൊക്കെ തൊട്ടിട്ട് അവളതേ അപ്പുറത്തേട്ട് ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അപ്പുറത്തേട്ട് ക്രോസ് ചെയ്ത് നിന്നാലാണ് നമുക്ക് ബസ്സിലേട്ട് മര്യാദക്ക് കയറാൻ പറ്റുള്ളൂ. ആ ക്രോസ് ചെയ്ത് നിൽക്കുന്ന വീടാണ് അവളുടെ പ്രിൻസിപ്പളുടെ വീട്. അപ്പോൾ അതേ അവിടെ ആയിട്ട് പോയി നിൽക്കുവാണ് അവൾ. അപ്പോൾ അതേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സ്കൂൾ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ അവൾ സ്കൂൾ ബസ്സിൽ കയറി പോവാണ്. അപ്പോൾ അവൾ കയറിയിട്ട് ആ സൈഡിൽ നിന്ന് നമുക്ക് ടാറ്റ കാണിക്കും. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, എന്നാലും ഞാൻ സൂം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ അവൾ സൈഡിൽ തന്നെ ഇരുന്നിട്ടുണ്ട്, അത് കാരണം നമുക്ക് ടാറ്റ കാണിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതേ അവൾ ടാറ്റ കാണിച്ചുകൊണ്ടിരിക്കണേ, അങ്ങ് അറ്റം വരെ അവൾ ടാറ്റ കാണിച്ചുകൊണ്ടിരിക്കേ. അങ്ങനെ അതേ നമ്മുടെ അപ്പുക്കുട്ടി സ്കൂളിലോട്ട് പോയിട്ടോ. പിന്നെ ഒരു ഉച്ചയൊക്കെ ആവാറായപ്പോഴത്തേനും എൽദോസ് അങ്കിൾ എന്ന് പറഞ്ഞിട്ടൊരു അങ്കിള് തായ്ലാൻഡിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ കുറച്ച് മിഠായികൾ നമുക്ക് കൊണ്ടുവന്ന് തന്നായിരുന്നേ. അപ്പോൾ ഇതേ ഏതൊക്കെയാണ് മിഠായി നോക്കാം. ആദ്യം തന്നെ ഒരു ഇങ്ങനെ മാംഗോ ഫ്ലേവറിലുള്ള ജെല്ലി ബോളും, അതുപോലെ തന്നെ സ്ട്രോബെറിയും പീച്ചും, പിന്നെ ഒരു ബ്ലൂബെറിയും ഫ്ലേവർ, പിന്നെ പീച്ച് ഫ്ലേവർ തന്നെ പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഓട്ട് ചോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മിഠായി ഉണ്ടായിരുന്നു. അത് ഓട്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ നമ്മുടെ ജെല്ലി ബോളിൻ്റെ തന്നെ ഗ്രേപ്സ്, ഗ്രീൻ കളർ ഗ്രേപ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഹോട്ട് ചോക്കോൻ്റെ തന്നെ വേറെ. പിന്നെ നട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഠായി ഉണ്ടായിരുന്നേ. പിന്നെ ഇങ്ങനത്തെ ഒരു കട്ടിയുള്ള ഒരു മിഠായി, അതിൻ്റെ യെല്ലോ, പിങ്ക്, ഓറഞ്ച് ഫ്ലേവറാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. പിന്നെ ഒരു പുളിമിഠായിയുടെ അതേ ടേസ്റ്റുള്ളൊരു മിഠായി കിട്ടിയായിരുന്നേ. പിന്നെ നമ്മുടെ നട്ട്സിൻ്റെ തന്നെ വേറൊരു കളറ്. പിന്നെ ഈ ഒരു മാംഗോസ്റ്റീനിൻ്റെ മിഠായി, അത് നല്ല കട്ടി ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഈ ഒരു യെല്ലോ കളർ ജെല്ലി ആണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ ദേ ഇത്രയും മിഠായികളൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. ഇതിനകത്ത് മിക്കതും ജെല്ലി മിഠായികളാണ്. അപ്പോൾ ഇത്ര മിഠായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.